പി.ഡി. സതീശൻ നിങ്ങളൊരു മാസാണ്. നമ്മൾ എല്ലാ നേതാക്കളെയും ഇപ്പം നരേന്ദ്രമോദി 10 കോടി ആളുകളാണ് ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് ഉള്ളത്. ഹീസ് എ ഗ്രേറ്റ് മാൻ. ഒരു മാസാണ്, ജനങ്ങളുടെ ഒരു നായകനാണ്. ജെൻസിയാണ്, ഈ യൂത്താണല്ലോ ഏറ്റവും കൂടുതൽ. വിദ്യാർത്ഥികളും യൂത്തും കൊച്ചു പിള്ളേരൊക്കെ ആണല്ലോ ഇൻസ്റ്റഗ്രാമിൽ കയറി കളിക്കുന്നത്. അങ്ങനെ 10 കോടി ആളുകളുടെ ലോകത്തിലെ ട്രംപ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ നേതാവ്, അല്ല ട്രംപിനേക്കാൾ വലിയ നേതാവ്. ട്രംപിന് 4 കോടിയേ ഉള്ളൂ, ഇത് 10 കോടി, 8ഉം 2ഉം 150% കൂടുതൽ നരേന്ദ്രമോദി കയറി നിൽക്കുകയാണ്. അതുപോലൊരു നേതാവ് കേരളത്തിൽ വളർന്നു വരുന്നുണ്ടോ എന്നൊരു സംശയം. പി.ഡി. സതീശൻ, താങ്കളുടെ പുതുയുഗ യാത്ര കലക്കി തിമിർത്ത് തകർത്ത് അടിച്ച് പൊളിച്ച് വരികയാണ്. കംപ്ലീറ്റ് സുനാമി പോലെ തന്നെ വരികയാണ്. പോണിടത്തെല്ലാം 10,000-ങ്ങൾ, ലക്ഷങ്ങൾ. താങ്കൾക്ക് താഴെ പൂഴിയിൽ മണ്ണിട്ടാൽ, ആകാശത്തുനിന്ന് മണ്ണിട്ടാൽ, അല്ലെങ്കിൽ ഒരു മുട്ടസൂചി ഇട്ടാൽ ഭൂമി വീഴില്ല. അത്രയ്ക്ക് ജനം. എവിടെ നിന്ന് കിട്ടി ഇത് ഒപ്പിച്ച്? കാരണം തൊഴിലുറപ്പില്ല, കുടുംബശ്രീയില്ല, ഹരിതകർമ്മസേനയില്ല, സാക്ഷരതാ പ്രവർത്തകരില്ല, ആശാ വർക്കേഴ്സില്ല, അംഗനവാടിയിൽ ആരും കൂടെ ഇല്ലല്ലോ. അതെല്ലാം ഭരണകക്ഷിയിലല്ലേ. എന്നിട്ട് അങ്ങനെ ഒപ്പിച്ച് കാശ് കൊടുത്തായിരിക്കും സതീശൻ ഒപ്പിച്ചത്. എന്തായാലും വലിയ ആൾക്കൂട്ടമാണ്. ഈ ആൾക്കൂട്ടമെല്ലാം വോട്ടായി മാറുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. വോട്ടായാൽ പി.ഡി. സതീശ നിങ്ങളുടെ സമയം കൊള്ളാം. എന്തായാലും താങ്കളുടെ നിലപാടുകളും താങ്കളുടെ കർക്കശമായിട്ടുള്ള ഒരു വാർത്താ സമ്മേളനങ്ങളും, കർക്കശം എന്ന് പറഞ്ഞാൽ ബഹളമല്ല, വളരെ കൃത്യമുള്ള ആൻസറുകളുമെല്ലാം കേരള സമൂഹം വളരെ സാഹൂതം വീക്ഷിക്കുകയാണ്. താങ്കൾ ഈ ടെമ്പോ തകർത്ത് കളയരുത്. പക്ഷേ അതോടൊപ്പം തന്നെ കൂടെയുള്ള രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, സണ്ണി ജോസഫ്, എം ഹസൻ തുടങ്ങി പഴയ നേതാക്കളൊക്കെ ഉണ്ട്, പുതിയ ആളുകളൊക്കെ ഉണ്ട്, കെ.സി. വേണുഗോപാൽ, എല്ലാവരെയും കൂടെ ഒന്നിച്ചു കൊണ്ടുപോയാൽ ഇപ്രാവശ്യം കപ്പടിക്കാം. ഗപ്പ് വലിയ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ നമ്മൾ ചെയ്യാൻ കാരണം അവർ തെക്കൻ ജില്ലകളിലേക്ക് കയറിയിട്ടുണ്ട്. കോട്ടയവും കഴിഞ്ഞു. ഇനി പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം 4 ജില്ലകളിൽ കൂടെ കഴിയുമ്പോൾ ഈ യാത്രയ്ക്ക് ശുഭ പര്യവസായിയാകും. വളരെ വലിയ യാത്രയാണ് നടക്കുന്നത്. എന്തായാലും മെമ്പർഷിപ്പ് ക്യാമ്പയിനും പരിപാടികളും എല്ലാം വരട്ടെ. ഇലക്ഷനിൽ ഇന്നിപ്പോൾ പല ജില്ലകളുടെ ലിസ്റ്റ്, കാൻഡിഡേറ്റ് ലിസ്റ്റ് പുറത്ത് വന്നിട്ടുണ്ട്. വളരെ സീരിയസ് ആയിട്ടുള്ള സീനിയേഴ്സായിട്ടും ജൂനിയേഴ്സും വനിതകളും എല്ലാം അടങ്ങുന്ന വലിയ ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. പ്രൊഫഷണലുകളെല്ലാം അടങ്ങുന്ന ലിസ്റ്റ് എന്തായാലും പുറത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും പി.ഡി. സതീശൻ്റെ യാത്ര, പുതുയുഗ യാത്ര ഒരു വലിയ ചലനം കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ചലനം കോൺഗ്രസിന് അനുകൂലമാകുമോ UDFന് അനുകൂലമാകുമോ എന്നുള്ളത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതേസമയം CPM-ഉം CPI-യും ഒക്കെ കൂടെ ചേർന്ന്, കേരള കോൺഗ്രസ് മാണിയൊക്കെ കൂടെ ചേർന്നുകൊണ്ടൊരു ജാഥ 3 മേഖലാ ജാഥകൾ നടത്തി. ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കിയില്ല. വേദിയിലും ആരുമില്ല. വേദി നിറച്ച ആളുണ്ടായിരുന്നു, പക്ഷേ സദസ്സിൽ ഒരു മനുഷ്യരില്ലായിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രസംഗ സമയത്ത് കുറച്ച് പേരുണ്ടാവും, അവരെല്ലാം അത് കഴിഞ്ഞു. ഗോവിന്ദൻ മാഷിൻ്റെ പ്രസംഗത്തിന് പോലും ആരും കാത്തുനിന്നില്ല. അത് വളരെ മോശമായ 3 യാത്രകളാണ് നടന്നത്. വികസന മുന്നേറ്റ യാത്ര പൊളിഞ്ഞ് പാളിഷായപ്പോൾ ആ മണ്ണിലാണ് പുതുയുഗ യാത്ര വലിയ ആവേശത്തോടുകൂടി വരുന്നു. ഇപ്പോൾ വീണ ജോർജിൻ്റെ വിഷയം കൂടെ വന്നപ്പോൾ ഒന്നുകൂടി നമ്മുടെ ലാലേട്ടൻ്റെ വീഡിയോയും ടീസറും ഒക്കെ പുറത്ത് വന്നപ്പോൾ ഒന്നുകൂടി UDFൻ്റെയും സതീശൻ്റെ ഇമേജ് കൂടിയിട്ടുണ്ട്.